ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കൈകൾ മാറോട് ചേർത്ത് വെച്ച് ഈശോയെ ഒന്ന് നോക്കുക. ഈശോ നിന്നെയും നോക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ. അവർ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനൂഢനായ ദൈവത്തിനും കുഞ്ഞാടിനും പക്കലാണ് രക്ഷ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കില്ല. എന്നാൽ സിംഹാസനത്തിനു മധ്യയിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. കേട്ടത് ധ്യാനിക്കാം. ആ സിംഹാസനാരൂഢനായിരിക്കുന്ന ഈശോ ആണ് നമ്മൾ കാണുന്നത്. നഗ്നമായ കണ്ണുകളുണ്ട് നമ്മൾ കാണുന്നില്ല. കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് മലഹാമാരിവിടെ ഉണ്ട് മക്കളെ. മരണം മൂലം ഈ ലോകത്തോട് വിട വാങ്ങി സ്വർഗത്തിൽ എത്തിയിരിക്കുന്ന ശതകോടി വിശുദ്ധർ അവിടെ ഉണ്ട്. പുണ്യവാന്മാരെന്ന് പള്ളി വിളിക്കുന്ന ഏതാനും പേര് മാത്രമാണെന്ന് ധരിക്കരുത്. സ്വർഗത്തുള്ള എല്ലാവരും വിശുദ്ധർ. അവരെങ്ങനെ അവിടെ ചെന്നു എന്ന് കേട്ടു നിങ്ങൾ. അവിടുത്തെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കപ്പെട്ടവർ. വിശുദ്ധ കുമ്പസാരത്തിൽ നമുക്ക് ലഭിക്കുന്ന കഴുകൽ അതാണെന്ന് ഓർക്കണമേ. നമ്മുടെ കറപിടിച്ച പാപത്തിൻ്റെ കറപിടിച്ച വസ്ത്രങ്ങൾ കഴുകുക. ജ്ഞാനസ്ഥാന അവസരത്തിൽ വൈദികൻ ഒരു വെള്ളവസ്ത്രം കയ്യിൽ തന്നു, അഥവാ നമ്മളെ ഉടുപ്പിച്ചു. നിന്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ വിശുദ്ധി കാത്തു സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഓ നാഥ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് വിശുദ്ധിയിലേക്ക് വിളിച്ചു. ജ്ഞാനസ്ഥാനത്തിൽ കർത്താവേ, ആ വിശുദ്ധ അങ്കി ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളങ്കമുള്ളതാക്കി. ഞങ്ങൾ വീണ്ടും വീണ്ടും കഴുകി വെടിപ്പാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു തീരുമാനമെടുക്കാതെ പോകുന്നു. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ അങ്ങേയ്ക്കായൊരു വിശുദ്ധനായി വിശുദ്ധയായി ജീവിക്കും. ഞാൻ അങ്ങയുടേതായിരിക്കുമെന്ന്. കാരണം ഇവിടെ കർത്താവേ, അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് വിശുദ്ധിയുടെ ജീവിതം ഇവിടെ നയിക്കുവാൻ ജഡത്തോടും ലോകത്തോടും പിശാചിയോടും പൊരുതിക്കൊണ്ട് വിജയമുള്ളവരായി, വിജയശീലാളിതനായ ഈശോയെ അങ്ങയുടെ കരങ്ങൾക്ക് പിടിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ കൃപ എനിക്ക് തരൂ. എൻ്റെ കൂടെ ഇപ്പോൾ ആരാധിക്കുന്നവർക്കും കൊടുക്കണമേ. ദാസൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, ലോകത്തുള്ള എല്ലാവർക്കും കൊടുക്കണമേ. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും എല്ലാ ജാതികളിൽ നിന്നുമുള്ളവരെ അങ്ങ് ചുറ്റുമിരുത്തുന്നതാണല്ലോ ഞങ്ങൾ കാണുന്നത്. ഇവിടെ ക്രിസ്ത്യാനിയെന്നോ കത്തോലിക്കനെന്നോ പ്രൊട്ടസ്റ്റൻ്റെന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേർതിരിവ് നടത്തുന്നു. എന്തിന്? കത്തോലിക്ക സഭയിൽ പോലും ഞങ്ങൾ തെക്കും വടക്കും അത് 500-യും 600-യും അല്ലെങ്കിൽ ലത്തീനും സുറിയാനും ഒക്കെ ആയി വിഭജിക്കുന്ന കർത്താവെ, അങ്ങേക്കതില്ല. അങ്ങ് സ്നേഹമാകുന്ന കർത്താവെ, ആ സ്നേഹത്തിൻ്റെ രൂപയിൽ ആത്മാവിൽ ഞങ്ങൾ ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവെ, സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിലെ സ്പർദ്ധകൾ മാറ്റിക്കളയണമേ കർത്താവെ. സ്നേഹരാഹിത്യം ഉരച്ചു മാറ്റണമേ കർത്താവെ. ഞങ്ങളുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ഈശോയെ, അങ്ങ് സ്നേഹമാകുന്നുവല്ലോ. ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ സ്നേഹമാകുന്ന അങ്ങുമാറ്റി ഞങ്ങളെ എങ്ങനെ സംയോജിക്കും? അങ്ങുമായി ഐക്യപ്പെട്ടവർക്കാണ് രക്ഷ എന്നങ്ങ് പറഞ്ഞുവല്ലോ കർത്താവെ. ശിക്ഷാവിധി ഇല്ല എന്ന് ഐക്യപ്പെടുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ? ഓ ആത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരൂ. സ്നേഹം എഴുന്നള്ളി വരൂ. സ്നേഹം നിറയ്ക്കൂ ഞങ്ങളെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരൂ. നിറയ്ക്കൂ ഞങ്ങളെ, ശക്തരാക്കൂ.
ഞങ്ങൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതേ കർത്താവേ, ആ വിശുദ്ധീകരണം അങ്ങയുടെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ചൂടിലാണ് ഞങ്ങൾ സ്തുതിയ സ്ഥലത്തിൽ അനുഭവിക്കുന്നത്. അതേപ്പറ്റി ഞങ്ങൾ അല്പം കേട്ടു കർത്താവേ. ശുദ്ധീയ സ്ഥലം ഭയപ്പെടാനുള്ളതല്ല, കൂടുതൽ കൂടുതൽ ആത്മാവിൻ്റെ തീയിൽ കത്തി ജ്വലിച്ച് വിശുദ്ധീകരിക്കപ്പെടുവാൻ. എപ്രകാരമാണ് തട്ടാൻ സ്വർണം അല്ലെങ്കിൽ വെള്ളി ഉരുക്കുമ്പോൾ അത് ശുദ്ധിയായോ എന്നറിയുവാൻ അതിലേക്ക് മുഖം നോക്കുന്നതും അവൻ്റെ തന്നെ മുഖം അതിൽ കാണുമ്പോൾ ശുദ്ധിയായെന്ന് തീരുമാനിക്കുന്നതും. അതുപോലെ കർത്താവേ, ഞങ്ങൾ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ആത്മാവിൻ്റെ തീയിൽ കത്തി 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 ഉരി ഉരി അങ്ങ് ഞങ്ങളിലേക്ക് നോക്കും. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയെ കാണാൻ സാധിക്കുമോ എന്ന്. ആദ്യമേ അങ്ങ് നോക്കുന്നത് അത് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയെ കാണാൻ പറ്റുമോ എന്നാണ്. എന്നിട്ടാണ് ഞങ്ങൾ അങ്ങയുടെ മുഖം കാണേണ്ടത് സ്വർഗത്തിൽ മുഖാഭിമുഖം. നാഥ, ശുദ്ധീകരിക്കൂ, പൗത്രീകരിക്കൂ ഞങ്ങൾ ഓരോരുത്തരെയും. ആ രക്തം ഞങ്ങളെ കൊഴുക്കൂ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പാപമാലിന്യങ്ങൾ, പാപത്തിൻ്റെ കടങ്ങൾ എടുത്തു കളയുവാൻ. ഈശോയെ, ഞങ്ങളുടെ ചെറിയതും വലുതുമായ സഹനങ്ങളെ അങ്ങ് കർപ്പിക്കുന്ന കർത്താവേ, ആ സഹനങ്ങളെല്ലാം ആത്മാവിലുള്ള സഹനങ്ങളാക്കണമേ. ഞങ്ങൾ പരിധി നടക്കുകയാണ്. ഈ സഹനം എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന്. കർത്താവ്, സഹനത്തിലൂടെയാണല്ലോ രക്ഷിച്ചു ഞങ്ങളെ. അങ്ങേ കുരിശിൽ ഞങ്ങൾ കാണുന്ന കർത്താവ് അവസാനത്തെ തുള്ളിച്ചോര പോലും ആ 3 ആണികളിൽ കിടന്നുകൊണ്ട് ചങ്ക് പൊട്ടിച്ച് ഞങ്ങൾക്ക് തന്നത് കർത്താവേ. അങ്ങ് ചങ്ക് പൊട്ടിച്ച് സ്നേഹം കൊണ്ടല്ലേ കർത്താവേ. ഈശോയെ, ഞങ്ങളും ചങ്ക് പൊട്ടിക്കട്ടെ സ്നേഹം കൊണ്ട്, അങ്ങയോടുള്ള സ്നേഹത്താൽ കർത്താവേ. ചങ്ക് പൊട്ടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വേദന ഓർത്ത് ഞങ്ങൾ അങ്ങോട്ട് പുലമ്പുകയോ കുറ്റപ്പെടുത്തുകയോ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് സുഖപ്പെടുത്തിയില്ല എങ്കിൽ എന്തുകൊണ്ട് സുഖം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഓടി നടക്കുകയല്ല കർത്താവേ. അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ സഹനത്തോടെ ഞങ്ങളെ തന്നെ ഞങ്ങൾ വിശുദ്ധീകരിക്കും. ജീസസ്, യേശുവേ, ഞങ്ങളെ ശുദ്ധീകരിക്കൂ, ഞങ്ങളെ പൗത്രീകരിക്കൂ. അങ്ങേ രക്തത്താൽ ശുദ്ധീകരിക്കൂ, അങ്ങേ മുറിവിനാൽ സുഖപ്പെടുത്തൂ കർത്താവേ. ഞങ്ങളുടെ മുറിവുകളെ, വേദനകളെ, തിരസ്കരണങ്ങളെ, ഭയപ്പാടുകളെല്ലാം അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. ജീസസ്, യേശുവേ, ഉച്ചത്തിൽ വിളിക്കൂ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുകൂ യേശുവേ, യേശുവേ, യേശുവേ. ഞങ്ങളെ ശുദ്ധീകരിക്കൂ കർത്താവേ, ശുദ്ധീകരിക്കൂ, സുഖപ്പെടുത്തു കർത്താവേ. ഏറ്റവും വലിയ സൗഖ്യം അങ്ങയുടെ ആത്മാവിൻ്റെ സൗഖ്യം. ആത്മാവിനെ കിട്ടുന്നതാണ്, ആത്മാവിൻ്റെ ശക്തിയാണ്. ജീസസ്, ജീസസ്. നമുക്ക് പരിശുദ്ധാത്മാവുടെ ഗാനം പാടാം. എൻ്റെ ആത്മാവിൽ നമുക്ക് നിറയാം, ശക്തി പ്രാപിക്കാം. ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്യകാല അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിരാ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിരാ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.
കർണലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർണലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. ശാന്തമായിരിക്കുകയോ മുട്ടേ നിൽക്കുകയോ ചെയ്യുക. കൈകൾ മാറോട് ചേർത്ത് വെച്ച് നമ്മളെ തന്നെ അർപ്പിച്ചതുപോലെ ഈ സമയം കർത്താവിന്റെ പക്കൽ നമ്മുടെ മാതാപിതാക്കളെ അർപ്പിക്കാം. മരണം മൂലം വേർപെട്ടവരെ, നമ്മുടെ അപ്പനും അമ്മയും സ്വർഗത്തിലായിരിക്കാം ഒരു പക്ഷേ, എങ്കിൽ അവരോട് പ്രാർത്ഥിക്കൂ, ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന്. അഥവാ ശുദ്ധികളുടെ സ്ഥലത്തിലാണെങ്കിലും അവരോട് പ്രാർത്ഥിക്കൂ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. അതുപോലെ രണ്ടാം നിരയിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ്, വല്യപ്പനും വല്യമ്മയും അർപ്പിക്കൂ. നിങ്ങളുടെ സ്നേഹം അറിയിക്കൂ. അവർക്ക് സമ്മാനമായി വാഴപ്പഴമോ വെള്ളയപ്പമോ പാലപ്പമോ കൊടുക്കാൻ പറ്റില്ല. പാൽക്കാപ്പിയോ തൈരോ മോരോ കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റുന്ന ആധ്യാത്മികമായ സമ്മാനങ്ങൾ മാത്രം. നിന്റെ പ്രാർത്ഥന, നിന്റെ ദൈവബലി, അവരുടെ നാമത്തിൽ ചെയ്യുന്ന സൽക്രിയകൾ, പരോപകാരം. അപ്പച്ചാ, ഞാൻ സ്നേഹിക്കുന്നു നിന്നെ. അമ്മച്ചി, ഞാൻ സ്നേഹിക്കുന്നു. വല്യമ്മച്ചി, ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കായി ചെയ്ത നന്മകൾ ഓർത്താൽ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞാൻ വേണ്ട വിധം നിങ്ങളെ ഓർത്തില്ല, പ്രാർത്ഥിച്ചില്ല. നിങ്ങളുടെ പാപക്കറകൾ ഞാൻ ഏറ്റെടുത്ത് എൻ്റേതാക്കി അങ്ങോട്ട് മാപ്പി ചോദിച്ചില്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നെ മാറോട് ചേർത്ത് എൻ്റെ കുറവുകളും പരാധീനതകളുമെല്ലാം ഏറ്റെടുത്തു. അമ്മേ, അപ്പ, ഒരു കുറവും വരുത്താതെ ഞങ്ങളെ വളർത്തി വളർത്തി വന്നു. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടതേ ഉള്ളൂ നിങ്ങൾ. നിങ്ങളുടെ കുറവുകൾ ഏറ്റെടുത്ത് അത് പരിഹരിക്കാൻ ഞാനൊന്നും ചെയ്തില്ല, മാപ്പി ചോദിക്കുന്നു. ഞാനിപ്പോൾ തീരുമാനിക്കുന്നു. അപ്പച്ച, അമ്മച്ചി, വലിയപ്പച്ച, വല്യമ്മച്ചി, എത്രമാത്രം സ്നേഹം തന്നെ എന്നെ വളർത്തി. എത്രമാത്രം എനിക്ക് വേണ്ടി പട്ടിണി കിടന്നിട്ടുണ്ട്, ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഉറക്കമില്ലാത്ത രാത്രികൾ.
എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ച് പെരുന്നാളിനും അവിടെയും ഇവിടെയെല്ലാം കൊണ്ടു സിനിമ കാണിക്കാനും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. എനിക്ക് ആഹാരം നല്ല ആഹാരം തരുവാൻ ശ്രമിച്ചു, നല്ലതുപോലെ വളരാനായിട്ട്. എന്നെ പള്ളിയിൽ കൊണ്ടുപോയി കൈപിടിച്ച് വീട്ടിലിരുത്തി പ്രാർത്ഥിപ്പിച്ചു, കൊന്ത ചെല്ലിപ്പിച്ചു. എല്ലാം ഞാൻ മറന്നുപോയി. അന്ന് മാറിയതേ ഉള്ളൂ, ഇവിടുന്ന് ദൂരെങ്ങുമല്ല. എൻ്റെ കർത്താവ് ഞങ്ങളുടെ സമസ്തമാണ്. അപ്പച്ച, അമ്മച്ചി, സഹോദരങ്ങളെ, എന്നിൽ നിന്ന് വേർപെട്ട നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർക്കുന്നു. അങ്ങ് നീ എനിക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ടല്ല, എൻ്റെ കടപ്പാടാണ്. എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ്, എൻ്റെ അപ്പനാണ്, അമ്മയാണ്. നമുക്കവരെല്ലാം മനസ്സിലൊന്ന് ഓർക്കാം. നിങ്ങളുടെ സ്നേഹം ഉള്ളുകൊണ്ട് കർത്താവിന് മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ പാപങ്ങൾ, കുറവുകൾ ഏറ്റെടുത്ത് നാഥാ എന്നോട് കൃപയായിരിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരെ ഓർത്തുകൊണ്ട് പാപികളായ ഞങ്ങളുടെ മേലും ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലശുദ്ധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. അവിടെ ഇപ്രകാരം പറയുക: പാപികളായ ഞങ്ങളുടെ മേലും ശുദ്ധീകര ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. പാപികളായ ഞങ്ങളുടെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പാപികളായ ഞങ്ങളുടെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പാപികളായ ഞങ്ങളുടെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പാപികളായ ഞങ്ങളുടെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പാപികളായ ഞങ്ങളുടെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പാപികളായ ഞങ്ങളുടെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പാപികളായ ഞങ്ങളുടെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പാപികളായ ഞങ്ങളുടെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് മരണം മൂലം വേർപെട്ടവരെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് എൻ്റെ അപ്പച്ചൻ്റെ ഞങ്ങളുടെ മേലും എൻ്റെ അപ്പച്ചൻ്റെ മേലും കരുണയായിരിക്കണമേ. എൻ്റെ അമ്മച്ചിയുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ സഹോദരൻ്റെ മേൽ, എൻ്റെ ഭാര്യയുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഓരോരുത്തരെയും കണ്ടുകൊണ്ട് കർത്താവിൻ്റെ കരുണ യാചിക്കുക. ആ കരുണക്കടലിലേക്ക് അവരോരോരുത്തരും മുങ്ങട്ടെ, കഴുകപ്പെടട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ. ആ ദിവികാരുണ്യം നമ്മുടെ മുമ്പിൽ, കരുണക്കടലാണ് നമ്മുടെ മുമ്പിൽ മക്കളെ. അവിടെ നമ്മൾ കാണുന്നത് തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവുമാണേ. വിശ്വസിക്കണേ മക്കളെ, അവിടെയാണ് കരുണ. ഈശോ ഈ നിമിഷം ഈ ധ്യാനത്തിൽ ഇപ്പോൾ സംബന്ധിക്കാൻ ഓരോരുത്തരും അവരുടെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരങ്ങളെ, ഭാര്യയെ, മക്കളെ കണ്ട്, ഭർത്താവിനെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു 4 തലമുറയെങ്കിലും കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കണമെന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. 1-ാം തലമുറയിൽ അപ്പനും അമ്മയും 2, 2-ാം തലമുറയിൽ 4, 3-ാം തലമുറയിൽ 8, 4-ാം തലമുറയിൽ 16. അങ്ങനെ ആ 30 പേരെയും മനസ്സിൽ കണ്ടുകൊണ്ട് കരുണയാചിക്കാൻ, അങ്ങനെ പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകിച്ച് ഈ നവംബർ മാസത്തിൽ തീരാൻ പോകുന്നു, ഇവർക്ക് കൃപ കൊടുക്കണമേ. ഈ 4 തലമുറയിലെ കാരണവന്മാർക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനോ, ത്യാഗങ്ങൾ ചെയ്യുവാനോ, ഒരു നേരം നിൽക്കുവാനോ, പാവങ്ങളെ സഹായിക്കാനോ, മിഷനെ സഹായിക്കാനോ ഒക്കെ അതേ പരമാർത്ഥത കൊടുക്കണമേ. അവർ ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ ഏതെല്ലാം തരത്തിൽ അവർക്ക് സഹായം കൊടുക്കുമായിരുന്നു. വസ്ത്രം, ഭക്ഷണം, മരുന്ന് ഒക്കെ. ഇന്നതൊന്നും വേണ്ട, അവർക്ക് സ്വീകരിക്കാനാവതല്ല. എന്നാൽ അവർക്ക് ആ സ്നേഹപ്രകടനങ്ങൾ വേണം. നമുക്ക് സഹിച്ചതിന് പ്രതിനിധി ആയിട്ടും അല്ലാതെ
മാത്രമല്ല അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, കരുണയ്ക്ക് വേണ്ടി യാചിക്കൂ. കർത്താവേ, ഇവരെ മാത്രമല്ല ആരുപോലുമില്ലാത്ത ആത്മാക്കളെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൈസ്തവ സഹോദരങ്ങൾ കിടക്കുന്നു ആത്മാവിൻ്റെ അഗ്നിയിൽ, അവരെ ശുദ്ധീകരിക്കണമേ. അവരുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതുപോലെ മുസ്ലിങ്ങളുടെ, ബുദ്ധമതക്കാരുടെ, മറ്റ് ഇതര മതങ്ങളിലെ മലം വേറും കിടക്കുന്നവരെ അങ്ങ് കരുണക്കടലിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഇന്ന് ദിവ്യബലിയിൽ ഒന്നാമത്തെ വായനയിൽ ഞങ്ങൾ കേട്ട അതാണ് വിജാതിയർക്ക് വേണ്ടി, അന്യർക്ക് വേണ്ടി ചെയ്യുന്ന സ്നേഹം. നാഥ, ഞങ്ങളവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ആത്മാക്കളെ അങ്ങ് കടലിലേക്ക്, സ്നേഹക്കടലിലേക്ക്, കരുണക്കടലിലേക്ക് എറിയുന്നു. അതുപോലെ കർത്താവെ, അകത്തോലിക്കരുടെ, ശുദ്ധീകരണ സ്ഥലത്തിൽ വിശ്വാസമില്ലാത്ത കത്തോലിക്കർ, അത് മറ്റ് ഇതര സഭകളിലെ ആളുകൾ, അവരും ഇതാ വേദനിച്ചുകൊണ്ട് ആ സ്നേഹാഗ്നിയിൽ, ആത്മാവിൻ്റെ അഗ്നിയിൽ കിടക്കുന്നു. അവരുടെ മേലും മോചനം കൊടുക്കണമേ. അവരുടെ പാവങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കരുണക്കടലായ കർത്താവേ, ഞങ്ങളുടെ മേലും അവരുടെ മേലും അങ്ങ് കരുണയായിരിക്കണം. ഞങ്ങളുടെ തന്നെ കുടുംബങ്ങളിൽ മരണം മൂലം വേർപെട്ട് ആരും പ്രാർത്ഥിക്കാതെയും കുർബാന ഏൽപ്പിക്കാതെയും ത്യാഗം ചെയ്യാതെയും ഇപ്പോഴും ശുദ്ധീകരണത്തിൽ കിടക്കുന്നവർ, അതുപോലെ നരകത്തിൽ പോയി എന്ന് പറഞ്ഞ് വിധിച്ചുകൊണ്ട് ചിലരെ ഞങ്ങൾ മാറ്റിക്കളഞ്ഞു. ആത്മഹത്യ ചെയ്തവരായിരിക്കാം, കൊലപാതകയായിരിക്കാം, ഒരുപക്ഷെ മാരകപാപത്തോടെ മരിച്ചവരായിരിക്കാം. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, മാപ്പ് ചോദിക്കുന്നു കർത്താവേ. അതുപോലെ വലിയ വലിയ ഘോര തിന്മകൾ ചെയ്ത ഹിറ്റ്ലറിനെ പോലെ, അല്ലെ മുസോളിനിയെ പോലെ, അല്ലെ വലിയ വലിയ കൊലപാതകങ്ങൾ നടത്തിയ ഭരണാധികാരികൾ നരകത്തിലാണെന്ന് ചിലർ ധരിക്കുന്നു. അല്ല കർത്താവെ, അവരെല്ലാം ആ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നു. അവർക്ക് വേണ്ടി ആരും ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നില്ല. കർത്താവെ, അവരുടെ മേലും കരുണയായിരിക്കണമേ. അറിവ് കൊണ്ടോ അറിവ് കേടുകൊണ്ടോ ഒരു പക്ഷേ അവർ കൊലപാതകങ്ങൾ നടത്തി കാണും, ഒരു നാട് തന്നെ മുടിച്ചു കാണും. നാഥ, പൊറുക്കൂ. അങ്ങേ കരുണക്കടലിലെല്ലാം മായ്ച്ചു കളയണമേ. പാപികളാ ഞങ്ങളുടെ മേലും അവരുടെ മേലും കരുണയായിരിക്കണമേ. യേശുവേ നന്ദി. യേശുവേ കർത്താവേ, ഈ നിമിഷം ഇവർക്ക് വേണ്ടി ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദിവ്യബലിയുടെ വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണമാണ്. സാധിക്കുമെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിക്ക്. ആ കൈകൾ രണ്ടും നിങ്ങളുടെ തന്നെ ശിരസിൽ നിന്ന് വച്ച്, കാരണമുള്ള കർത്താവ്, ഈ നിമിഷം ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വൈദികരോട് ചേർന്നുകൊണ്ട്, ഈ കാരിസ്മാനുള്ള എൻ്റെ സഹവൈദികർ, എൻ്റെ മക്കളാണ് അവരെല്ലാം. അങ്ങേക്കറിയാമല്ലോ ഈശോയെ. എൻ്റെ സന്യാസ സഭ MSFപ്പെട്ട എല്ലാ വൈദികരെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരോടൊന്നിച്ച് ലോകത്തിലുള്ള 5 ലക്ഷത്തിൽപ്പരം വൈദികരോട് എൻ്റെ ആത്മാവിനെ ചേർത്തുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണം മൂലം വേർപെട്ട് സ്വർഗത്തിലെത്തിയിട്ടുള്ള എല്ലാ വിശുദ്ധ വൈദികരോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം മനോഹരമാക്കണമേ. ഇവരുടെ തന്നെ കരങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി ഒഴുക്കി, ഓ നാഥ, ഇവരിലേക്ക് കൃപയൊഴുക്കണമേ, അങ്ങയുടെ കരുണയൊഴുക്കണമേ. ആ കരുണയുടെ കടലൊഴുകട്ടെ. ഈശോയെ, ഈ നിമിഷം ശക്തി ഒഴുകട്ടെ, കൃപയൊഴുകട്ടെ. ഓ, അവരുടെ കൈകളല്ല കർത്താവേ, അത് അങ്ങയുടെ കരങ്ങൾ, അങ്ങയുടെ മുറിവിറ്റ കരങ്ങളാണ് അവർ ശിരസിൽ വച്ചിരിക്കുന്നത്. ഈശോയെ, ഇവരെ രൂപാന്തരപ്പെടുത്തു. പാപങ്ങളുടെ കരകൾ ഏറ്റെടുക്കൂ, ഇവരെ സ്വതന്ത്രരാക്കൂ. ഓ നാഥ, ഏറെ പേർക്ക് വയറുവേദന, കൈവേദന, തോളിൽ വേദന, പുറത്ത് വേദന, അതുപോലെ വേദനകൾ ഉള്ളവരുണ്ട് കർത്താവേ. വാദസംബന്ധമായ രോഗമുള്ളവരുണ്ട്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസം വിടാൻ പ്രയാസം, ആസ്തമയൊക്കെ ഉള്ളവർ, അതുപോലെ വയറ്റിൽ വേദനയുള്ളവർ, വയറ്റിന് പോകാൻ പ്രയാസമുള്ളവർ, അൾസർ രോഗമുള്ളവർ, ഓ നാഥ, അവരെയൊക്കെ തൊട്ട് സുഖപ്പെടുത്തണമേ. ആമാശയം, വൻകുടലൊക്കെ തൊട്ട് സുഖപ്പെടുത്തണമേ. ഹാർട്ട് രോഗമുള്ളവരുണ്ട്, ഹാർട്ടിലേക്ക് അങ്ങേ ഹാർട്ടിൽ നിന്ന് രക്തം പമ്പ് ചെയ്യണമേ, ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ഇവരെ സുഖപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരളിൻ്റെ രോഗമുള്ളവരുണ്ട്, യേശുവെ സുഖപ്പെടുത്തണമേ കരളുകളെ. അതുപോലെ തന്നെ എല്ലാ ആന്തരിക അവയവങ്ങളിലേക്കും ശക്തി ഒടുക്കട്ടെ. ഓ നാഥ, ഇവരുടെ കരങ്ങളിലൂടെ അല്ല, അങ്ങയുടെ കരങ്ങളിലൂടെ ഇപ്പോൾ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ വരട്ടെ, സൗഖ്യം വരട്ടെ. ഓ, അതിലുപരിയായി കൃപയൊഴുകട്ടെ കർത്താവേ. പാപത്തിന്റെ കടങ്ങൾ വീഴപ്പെടട്ടെ. ഓ നാഥ, രക്തത്താൽ കഴുകു, ശുദ്ധീകരിക്കൂ. വെള്ള വസ്ത്രം ഇവരെ ധരിപ്പിക്കണമേ. ജീസസ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, തോമാസ് ലീഹായെ പോലെ മുറിവുകൾ തൊട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഈശോ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈ എൻ്റെ മക്കളെ അങ്ങിപ്പോൾ സുഖപ്പെടുത്തണമേ. ഏറെ തലവേദനയുള്ളവർ, കൊടിഞ്ഞിയുള്ളവർ, വല്ലപ്പോഴൊക്കെ മോഹാസ്യപ്പെട്ട് തലകറങ്ങി വീഴുന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇപ്പോൾ സുഖപ്പെടുത്തി ഓർമ്മശക്തി പോകുന്നവരുണ്ട് കർത്താവേ. അവരെയൊക്കെ അവരുടെ മസ്തിഷ്കത്തിലേക്ക് അങ്ങയുടെ ശക്തി ഊരി ഇപ്പോൾ കർത്താവ് ഓർമ്മശക്തി കൊടുക്കണമേ, സുഖപ്പെടുത്തണമേ. തലവേദനകൾ ദൂരമാറിപ്പോട്ടെ. കണ്ണിന് തിമിരമുള്ളവരുണ്ട്, കണ്ണ് കാഴ്ച നഷ്ടപ്പെടുന്നവർ, അതുപോലെ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ചെവിക്ക് വേദന, ചെവിയുടെ പഴുപ്പ് പോകുന്നവരൊക്കെ ഇപ്പോൾ സുഖപ്പെടുത്തൂ ജീസസ്. ഓ നാഥ, ശക്തി ഒഴുക്കൂ, ശക്തി കൊടുക്കൂ. അങ്ങ് കൃപയാൽ ഇവരെ ശുദ്ധീകരിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഈശോ, ഇപ്പോൾ ഇവരുടെ ഓരോ ഞരമ്പുകളിലേക്കും ശക്തി ഒഴുകട്ടെ. ഞരമ്പ് വേദനയുള്ളവരുണ്ട് കർത്താവേ, അസ്ഥി കഴപ്പും വേദനയുള്ളവർ അസ്ഥിയിലേക്ക് ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഒടിയാത്ത അസ്ഥിയിലുള്ള ശക്തി ഇവരുടെ ഓരോ അസ്ഥിയിലേക്കും കർത്താവേ ഒഴുകട്ടെ. ഓ കൈകൾ കുഴകൾക്ക് വേദനയുള്ളവർ, ഒരത്തിന് വേദന, കൈമുട്ടുകൾക്കും കാൽമുട്ടുകൾക്കും വേദന മുഴുവനായിട്ട് പോകട്ടെ ജീസസ്. മുട്ടുകുത്താൻ പ്രയാസമുള്ളവർ, നടക്കാൻ പ്രയാസമുള്ളവർ, ഈശോയെ ഈശോയെ ഇപ്പോൾ സുഖപ്പെടുത്താൻ ഞരമ്പുകളെയും ആ അസ്ഥികളെയും സുഖപ്പെടുത്തൂ. മാത്രമല്ല മജ്ജകളിലേക്ക്, ഓ നാഥ, അങ്ങയുടെ ശക്തി ഒഴുകട്ടെ, അങ്ങയുടെ ശക്തി ഒഴുകട്ടെ. ഓ എല്ലാ അസ്ഥി സംബന്ധമായ രോഗങ്ങളും സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ശക്തി ഒഴുക്കണമേ, മാംസപേശിയിലേക്ക് ശക്തി ഒഴുക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി ഒഴുക്കണമേ. യേശുവേ, അങ്ങേ രക്തത്തിന്റെ ശക്തി ഒഴുക്കണമേ, മുറിവിന്റെ ശക്തി ഒഴുക്കണമേ ജീസസ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ. ഈ നിമിഷം ഈ മക്കളെ ആന്തരികവും ബാഹ്യവും ശാരീരികവുമായി സുഖപ്പെടുത്തണമേ ജീസസ്. ജീസസ്, ഗലീലായിലും പ്രാന്തപ്രദേശങ്ങളിലും ചുറ്റിയിടുന്ന കർത്താവേ, ഇപ്പോൾ അങ്ങ് ചുറ്റിടക്കുകയാണല്ലോ. ഓ നാഥ, ഇപ്പോൾ വൈദികർ അങ്ങയുടെ ശരീരം വഹിച്ചുകൊണ്ട് ഇവിടെ മധ്യത്തിലേക്ക് പോകുമ്പോൾ, ഓ ഈശോയെ, ഇവരുടെ ശരീരത്തിലേക്ക്, ഹൃദയത്തിലേക്ക് അങ്ങ് തീ ജ്വാലകൾ, സ്നേഹത്തിന്റെ ജ്വാലകൾ പ്രസരിപ്പിക്കണമേ. ഓ നാഥ, ഇവിടെ തന്നെ അങ്ങയുടെ ആത്മാവിനാൽ ഇവരെ ശുദ്ധീകരിക്കണമേ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങൾ ഉയർത്തി അവിടുത്തെ സ്തുതിക്കാം, ആരെ വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കാം, ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ. ഈശോയെ 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 ഈശോയെ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഈശോയെ നോക്കിക്കൊണ്ട് കൈകൂപ്പി നന്ദി ഈശോയെ എന്ന് പറയുള്ളൂ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാം
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.